മുളയ്ക്കുന്നു മുളച്ചാൽ എണ്ണക്കിഴങ്ങ് ചാവാലിക്കിഴങ്ങ് കുത്തുകിഴങ്ങ് നിറകിഴങ്ങ് കണ്ടിച്ചേമ്പ് കാവത്തുകളൊക്കെ അവളുടെ കൂര ചിങ്കോല് കൊണ്ട് കുത്തിയെടുക്കുന്നു. കൂനനെന്നൊരു വാളാണ് വെട്ടി 2 വെട്ട് വെട്ടി 3 മുറിയാക്കി വലിയൊരു മാനാൻകുട്ടയിൽ നിറവ് ചെയ്ത് കൂടി വാങ്ങപ്പെണ്ണെടുക്കമില്ലാതെ പുത്തൻ പുതുചിറയോടെ നിമരെ ചെല്ലുന്നു. അവളായിരിക്കുന്നു എണ്ണക്കിഴങ്ങ് ചാവാലിക്കിഴങ്ങുകളൊക്കെ ചുരമ്പി കഴുകൊക്കെ നിൽക്കുന്ന നേരത്ത് പെട്ടെന്ന് കാറ്റും കരിയുടെ ഉരപ്പും വന്നു. കൂടിവാകപ്പെണ്ണിന്റെ കുമ്പൂറം പറന്നിടച്ച് അവളുടെ പശോരക്കരണ്ടാരം ചന്തക്കനേര സുഗന്നരിയും താളം പൂട്ടുകളും ഓരോ തളവളക്ക് ഇങ്ങനെ മോതിരങ്ങളൊക്കെ പുത്തനെന്ന പുതുചിറയിലേക്ക് താണ് വീണു പോകുമ്പോ കൂടിവാകപ്പെണ്ണവളായിരിക്കുന്നു. ആയതൊക്കെ മുങ്ങി തപ്പി നോക്കി ഒന്നും തന്നെ കിട്ടാതെ കൂടിവാകപ്പെണ്ണ് ദുഃഖിച്ചുള്ളേശിച്ച് കരഞ്ഞു കണ്ണുനീരാലകമലം പൊഴിഞ്ഞു താനേ മുളച്ചവതാലിക്കല്ലിന്മേൽ ഇറങ്ങിയിരിക്കുന്ന നേരത്ത് കൈലാസനാഥൻ പരമേശ്വരൻ അല്ലസനായിരിക്കുന്നു. പള്ളിവേട്ട നായാട്ടിന് അതുവഴിയെ ചെല്ലുന്ന നേരത്ത് അകലെ വെച്ച് കൂടിവാകപ്പെണ്ണിനെ കാണുമ്പോ മാനോ മയിലോ അറിയന്നമോ മാൻ വേടയോ എന്നറിയാതെ കണ്ട് പരമേശ്വരനല്ലച്ചൻ വില്ലും വസ്ത്രങ്ങളും എടുത്ത് കൊല്ലുവാനായി അരിവെടുത്ത് ചെല്ലുമ്പോ കൂടിവാകപ്പെണ്ണവളായിരിക്കുന്ന അച്ഛൻ പരമേശ്വരന്റെ വരവിനെ കണ്ട് കൂടിവാകപ്പെണ്ണ് പേടിച്ചു ഭയപ്പെട്ട അച്ഛൻ പരമേശ്വരനോട് പറഞ്ഞു, പരമേശ്വരനല്ലച്ച നിങ്ങൾ എന്നെ കൊല്ലല്ലേ, പെണ്ണിനെ കൊന്ന് പേശാമം കയ്യേൽക്കല്ല പരമേശ്വര. കൂളിവാകപ്പെണ്ണിന്റെ മധുരമാർന്ന വാക്കിനെ കേട്ടച്ഛൻ പരമേശ്വരൻ ചോദിച്ചു, ഡി പെണ്ണെ കൂളിവാകെ നീ എന്തിനാണടി ഇങ്ങനെ ദുഃഖിച്ചു ക്ലേശിച്ച് കരഞ്ഞു കണ്ണുനീരാലക മരം പൊഴിഞ്ഞറിയിരിക്കുന്ന കാര്യം എന്തെന്ന് കേൾക്കട്ടെ. കേട്ട് കൂളിവാകപ്പെണ്ണ് പറഞ്ഞ അച്ഛാ പരമേശ്വര, ഞാൻ ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ച ചണ്ണക്കിഴങ്ങ് ചാവാലിക്കിഴങ്ങ് കുത്തുകിഴങ്ങ് നിറകിഴങ്ങൊക്കെ ഞാൻ കുത്തിത്തിരഞ്ഞു കൊണ്ടുപോകുന്ന പുത്തൻ പുതിറിയിൽ തേച്ചുരമ്പി കഴുകി നിൽക്കുമ്പോ പെട്ടെന്നൊരു കാറ്റും കലിയുടെ ഉരപ്പും വന്ന് എന്റെ കുമ്പുമുറം പറന്നിടച്ചു. എന്റെ ബസോലക്കരണ്ടാനം ചന്തക്കനേരത് പുന്നരിയും താഴം പൂട്ടുകളും മൂലത്തളവിളക്ക് ഇങ്ങനെ മോതിരങ്ങളൊക്കെ പുത്തൻ പുതിറിയിൽ താണു വീണു പോയി പരമേശ്വര. ഇത്ര നേരം ഞാൻ മുങ്ങി നോക്കി തപ്പി നോക്കി ഒന്നും തന്നെ കിട്ടാതെ കണ്ട് ദുഃഖിച്ചായിരുന്നതാകുന്നല്ലോ. കൂളിവാകപ്പെണ്ണിന്റെ മധുരമാർവാക്കിനെ കേട്ടച്ഛൻ പരമേശ്വരൻ പറഞ്ഞു, കൂളിവാകേ നീ ദുഃഖിക്കല്ല പെണ്ണെ, ക്ലേശിക്കല്ലടി, ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞു പരമേശ്വരനല്ലച്ഛൻ പുത്തൻ പുതുചിറയിലേക്ക് കീഴടങ്ങുന്നു. ഒന്ന് മുങ്ങിത്തപ്പി നോക്കുമ്പോ ഒന്നും തന്നെ കിട്ടുന്നില്ല. രണ്ടാമതും മുങ്ങിത്തപ്പി നോക്കുമ്പോ ഇഞ്ചക്കൊരണ്ടാളിക്കൊരണ്ടാള് കിട്ടുന്ന. മൂന്നാമതും മുങ്ങിത്തപ്പി നോക്കുമ്പോ കൂളിവാകപ്പെണ്ണിന്റെ പൊന്നുമെയ്യാവരാങ്ങളൊക്കെ അച്ഛന്റെ വരം കയ്യിലേ വന്നു ചേരുമ്പോ അച്ഛൻ ശ്രീ പരമേശ്വരൻ നല്ലച്ഛനായിരിക്കുന്നു. കൂളിവാകപ്പെണ്ണിന്റെ വലത് കയ്യിലേ കൊണ്ടു കൊടുക്കുമ്പോ അന്നേരത്ത് കൂളിവാകപ്പെണ്ണ് പറഞ്ഞ അച്ഛാ പരമേശ്വര, ഇതിന്റെ നേർഭഗതി അച്ഛനെടുത്താലും കുറ്റമില്ലല്ലോ പരമേശ്വര. കൂടിവാകപ്പെണ്ണിന്റെ മധുരമാർന്ന വാക്കിനെ കേട്ടച്ഛൻ പരമേശ്വരൻ പറഞ്ഞു, ഈ പെണ്ണെ കൂടിവാകെ നിന്റെ പൊന്നു വയ്യാഭരണങ്ങളൊന്നും എനിക്ക് വേണ്ടടി പെണ്ണെ, നീ തന്നെ ഒന്ന് അണിഞ്ഞു കൊണ്ടാലും ഞാനൊന്ന് കാണട്ടെ എന്നതിനെ കേട്ട് കൂടിവാകപ്പെണ്ണ് അവളുടെ പൊന്നു വയ്യാഭരണങ്ങളൊക്കെ പേർത്തണഞ്ഞു മറഞ്ഞൊരു കോണിൽ അങ്ങനെ നിലവ് കാണുമ്പോ കൂടിവാകപ്പെണ്ണിന് അച്ഛൻ പരമേശ്വരൻ മറഞ്ഞൊരു കോണിൽ നിന്ന് മറഞ്ഞു നോക്കുന്ന നേരത്ത് കൂളിവാകപ്പെണ്ണിന്റെ അടിയടക കണ്ടു, മുടിയടക കണ്ടു, അത്തമ്മ ചുണ്ട് കണ്ടു, പവിഴപ്പല്ല് കണ്ടു. കൂളിവാകപ്പെണ്ണിന്റെ നിങ്ങിത്തുളുമ്പി നിൽക്കുന്ന നിജകമ്പവിലാസങ്ങളൊക്കെ കണ്ടു. ആരിലേക്കൊത്ത അണിവയർമഴകു തോന്നുന്ന കുംഭം ധരിച്ചൊത്തവൻ തുടകളൊക്കെ കണ്ട് അച്ഛൻ പരമേശ്വരൻ നിന്നുകൂടെ സഹിച്ചുകൂടെ കൂളിവാകപ്പെണ്ണിനെ ഇപ്പൊ തന്നെ ഒന്ന് തൊട്ടു തീണ്ടി ആശകൾ മോഹങ്ങളൊക്കെ തീർക്കണമെന്ന് തോന്നി. കൂളിവാകപ്പെണ്ണിന്റെ അരികിലേക്ക് അച്ഛൻ പരമേശ്വരനായിരിക്കുന്ന അടുത്ത് ചെല്ലുന്ന നേരത്ത് കൂളിവാകപ്പെണ്ണ് അച്ഛന്റെ വരവിനെ കണ്ടച്ഛൻ പരമേശ്വരനോട്ട് പറഞ്ഞ, അയ്യോ പരമേശ്വരനല്ലത്ത നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾ എന്നെ തുടരല്ലേ, തൊട്ട് തീണ്ടി കുലം പിഴപ്പിക്കല്ലേ. മേൽകുലത്തിൽ അച്ഛൻ പരമേശ്വരൻ നിങ്ങളല്ലേ, കീഴ്കുലത്തിൽ ആദ്യത്തി കരിമകൾ കാട്ടാണത്തി കൂളിവാകപ്പെണ്ണ് ഞാനല്ല എന്റെ പരമേശ്വര.
നേരം പറഞ്ഞു ഈ പെണ്ണെ കൂളിവാകെ സംഘരാഗ കാമമോഹങ്ങളൊക്കെ തോന്നുമ്പോ ആരും ജാതിയും ഭേദമൊന്നും നോക്കാറില്ല. നീ ഒന്നും അടുത്ത് പോയി എനിക്ക് നിന്നോട് തോന്നിയിട്ടുള്ള മോഹങ്ങളൊക്കെ നിന്നിൽ ഞാൻ തീർക്കട്ടെ എന്നും പറഞ്ഞ് കൂളിവാക പെണ്ണിന്റെ അരികിലേക്ക് പരമേശ്വര നല്ല അടുത്ത് ചെല്ലുന്ന നേരത്തായിരിക്കുന്നല്ലോ കൂളിവാകപ്പെണ്ണത് എന്തൊരു കഷ്ടകാലം കലിയുഗത്തിൽ പുതുമയെന്നറിഞ്ഞില്ലല്ലോ. പരമേശ്വര വല്ലച്ചനല്ല എന്നെ തൊടുവാനും തൊട്ടു തീണ്ടിയ ആശകൾ മോഹങ്ങളൊക്കെ തീർക്കാൻ വരുന്നത്. ഞാനിനി എന്തോ ഒരു നുണയാണ് ചതിയാണ് പറയേണ്ടത് എന്നും പറഞ്ഞു കൂളിവാകപ്പെണ്ണ് അച്ഛൻ പരമേശ്വരനോടൊരു നുണയും ചതിയും കള്ളം പറയും നല്ല കൂളിവാക. എന്റെ പരമേശ്വര നല്ല അച്ഛനിപ്പോ പോകുന്നത് സത്യമായ പള്ളിവേട്ട നായാട്ടിനല്ലേ. ഇതിനെ കൊണ്ട് പള്ളിവേട്ട നായാട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന നേരത്ത് വെട്ടിക്കണ്ടം ചിത്തേനിയം ചങ്ങനാമ്പാറ കരിനീലി പുഷ്പം വലവാക് ചന്നക്കുഴി രാമാലിമട ഉറക്കറ പാതാളത്തിൽ വെച്ച് അച്ഛൻ ഇന്നെ കണ്ടു തോന്നിയിട്ടുള്ള മോഹങ്ങളൊക്കെ അവിടെ വെച്ച് ഞാൻ വേണ്ടുവോളം മതിയോളം തീർക്കണ്ട് ആയതിനെ കേട്ടു. അന്നേരത്ത് അച്ഛൻ പരമേശ്വരൻ കൂളിവാകപ്പെണ്ണ് പറഞ്ഞത് സത്യമാണെന്നും പരമാർത്ഥമെന്നതിനുണ്ട്. കൂളിവാകപ്പെണ്ണിനോടനൂടെ യാത്രകൾ ചൊല്ലി വേഗം പരമേശ്വരനല്ലച്ഛൻ പള്ളിവേട്ട നായാട്ടിന് വഴി പോകുന്നല്ലോ. ആ നേരത്ത് കൂളിവാകപ്പെണ്ണതിനെന്തു ഇനി ഇതിനെ കൊണ്ട് മതിയായെങ്കിൽ മതി പോരാ, കൈലാസത്തൊന്നു പോകണം സത്യസ്വരൂപിണി പാർവതി മാതാവിനെ കണ്ട് ഈ കഥകളൊക്കൊന്ന് പറയണമെന്നും പറഞ്ഞ് കൂളിവാകപ്പെണ്ണവളായിരിക്കുന്നല്ലോ കൈലാസം നോക്കി ഓടി വഴി പോകുന്നല്ലോ. അങ്ങനെ കൂളിവാകപ്പെണ്ണ് കൈലാസത്തോടെ വരെ ചെല്ലുന്നു. അമ്മ പരമേശ്വരി മാതാവിനെ നേടി വിളി പകരുന്ന നേരത്ത് അമ്മ പരമേശ്വരി മാതാവ് കൂളിവാകപ്പെണ്ണിന്റെ വരവേ കണ്ട് ചോദിച്ചു, ഡീ പെണ്ണെ കൂളിവാക നീ എന്തിനാണ് ഇവിടെ വന്നെന്ന് വിളിച്ച കാര്യം എന്തെന്ന് കേൾക്കട്ടെ. ആയതിനെ കേട്ട് പറഞ്ഞു, അയ്യോ എന്റെ പാർവതി മാതാവ് നിങ്ങളുടെ അച്ഛൻ പരമേശ്വരനെ കൊണ്ട് കാട്ടിലെങ്ങും നടന്നുകൂടെ എന്നെ കൈപിടിക്കാനും തൊട്ടു തീണ്ടി ആശകൾ മോഹങ്ങളൊക്കെ തീർക്കാൻ വന്നു. ഞാൻ അച്ഛനോടൊരു നുണയും ചതിയും പറഞ്ഞു. ഇനി അച്ഛൻ പരമേശ്വരൻ പള്ളിവേട്ട നായാട്ട് കഴിഞ്ഞു വരുമ്പോഴേക്കും ഇതിനൊരു മറു ഉപദേശം എനിക്കൊന്ന് പറഞ്ഞു തരികണം എന്നതിനെ കേട്ട് അമ്മ പരമേശ്വരി മാതാവായിരിക്കുന്ന കൂളിവാകപ്പെണ്ണിനോട് പറഞ്ഞു, മിഷി ഇപ്പൊ പറഞ്ഞതേ പറയാം, ഇനി നാളെ ആരോട് നീ പറയലടി കൂളിവാകേ എന്നതിനെ കേൾക്കുമ്പോ കൂളിവാകപ്പെണ്ണ് കറഞ്ഞു തന്നു. ഈരാലകമരം പൊഴിയുമ്പോ പറഞ്ഞു, എടി പെണ്ണെ കൂളിവാക നാലാണ് കേട്ടാലോ ശ്രീ കൈലാസത്തിന് അപമാനക്കേടിന് പറയുണ്ടടി കൂളിവാകെ എന്നതിനെ കേൾക്കുന്ന നേരത്തായിരിക്കുന്നു കൂളിവാക കരഞ്ഞു കണ്ടു. നീരാലകമരം പൊഴിയുമ്പോ അമ്മ പരമേശ്വരി മാതാവ് പറഞ്ഞു, നീ ദുഃഖിക്കലടി പേശിക്കലടി പെണ്ണെ, ഞാനൊന്ന് കൈലാസത്ത് നിന്ന് വഴി പോയിട്ട് വൈകുണ്ഠത്ത് മഹാവിഷ്ണു ഭഗവാൻ ഇതിനൊരു ഉപദേശം തരാതിരിക്കില്ല എന്നും പറഞ്ഞ് കൂളിവാകപ്പെണ്ണിനെ കൈലാസത്തറയിലെത്തുന്നല്ലോ. അമ്മ പരമേശ്വരി മാതാവ് വൈകുണ്ഠനാഥൻ മഹാവിഷ്ണു ഭഗവാന്റെ അരികിലേക്ക് അങ്ങനെ വഴിയാന വഴി പോകുന്ന നേരമാണ് മഹാവിഷ്ണു ഭഗവാന്റെ അരികിലേക്ക് അമ്മ പരമേശ്വരി മാതാവ് ചെല്ലുന്ന നേരത്ത് മഹാവിഷ്ണു ഭഗവാനായിരിക്കുന്നു പാർവതിയുടെ വരവിനെ കണ്ടു ചോദിച്ചു, അല്ലയോ മാതാവേ എന്തിനെ കൊണ്ടാണ് ഇപ്പൊ കൈലാസത്തിൽ നിന്ന് വൈകുണ്ഠത്തിലേക്ക് വന്ന കാര്യം എന്താകുന്നു? ആയതിനെ കേൾക്കുമ്പോ പറഞ്ഞു, കേട്ടാലും അച്ഛൻ പരമേശ്വരന് പള്ളിവേട്ട നായാട്ടിന് വഴി പോയപ്പോ കൂളിക്കുന്ന കാട്ടകത്ത് വെച്ച് ഏതാണ്ട് കാട്ടാണത്തി പെണ്ണിനെ കണ്ട് അവളെ കൈപിടിക്കുവാനും തൊട്ടു തീണ്ടി ആശകൾ മോഹങ്ങളൊക്കെ തീർക്കാൻ ചെന്നു. ആയതിനെ കൊണ്ട് അവളായിരിക്കുന്ന അച്ഛനോടൊരു നുണയും ചതിയും കള്ളം പറഞ്ഞിട്ട് കൈലാസത്ത് വന്നിട്ടുണ്ട്. ആയതിനെ കൊണ്ട് അച്ഛൻ പരമേശ്വരന് പള്ളിവേട്ട നായാട്ട് കഴിഞ്ഞു വരുമ്പോഴേക്കും ഇതിനൊരു മറു ഉപദേശം പറഞ്ഞതായോ. ആയതിനെ കേട്ട് മഹാവിഷ്ണു ഭഗവാനും പറഞ്ഞു, അയ്യോ എന്റെ പാർവതിയെ നീ പറഞ്ഞില്ല ഒരു കാട്ടാളത്തി പെണ്ണിന്റെ കാര്യം അവളെ ഞാൻ ഒട്ടും കണ്ടിട്ടില്ല. ആയതിനെ കൊണ്ട് അവളുടെ മായ രൂപം നീ തന്നെ ഒന്നവതരിക്ക് ഞാനൊന്ന് കാണട്ടെ എന്നതിനെ കേട്ട് അമ്മ പരമേശ്വരി മാതാവായിരിക്കുന്നല്ലോ കൂളിവാകപ്പെണ്ണിന്റെ മായ രൂപങ്ങളൊക്കെ
ഒക്കെ അവതരിക്കുന്നവളുടെ പൊന്നുമയ്യാഭരണങ്ങളൊക്കെ മായത്താല പേർത്ത് മഞ്ഞങ്ങനെ മഹാവിഷ്ണു ഭഗവാന്റെ തിരുമുൻപാകെ നിലവ് കാണുന്ന നേരത്ത് മഹാവിഷ്ണു ഭഗവാൻ കൂളിവാക പെണ്ണിന്റെ മായ രൂപത്തെ കണ്ടു പറഞ്ഞു, അല്ലയോ എന്റെ പാർവതി മാതാവേ, പെണ്ണിലേക്ക് നല്ലൊരു പെണ്ണുപിള്ളല്ലേ, ഇവിടെ കണ്ടാൽ ആരാണ് മോഹിക്കാതെ പോകുന്നത്? അച്ഛൻ പരമേശ്വരന് കൂളിവാക പെണ്ണിനെ കണ്ട് മോഹം തോന്നിയാലോ ആയതൊരു കുറ്റമല്ല. എനിക്കും ഈ മായ രൂപത്തെ കണ്ടിട്ട് ചില ആശകൾ മോഹങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ആയതിനെ കൊണ്ട് കൂളിവാകയുടെ മായ രൂപം ധരിച്ച് പാർവതിയെ നീ തന്നെ വഴി പോകണം. ചണ്ണക്കുഴിതമന ഉറക്കറ പാതാളത്തിൽ ചെന്നടയിരിക്കണം. അച്ഛൻ പരമേശ്വരന് പഴുവേട്ടനായ അട്ട് കഴിഞ്ഞു വരുന്ന നേരത്ത് നിന്നെ കണ്ടാലോ കൂളിവാക പെണ്ണെന്ന് ജഗം തോന്നട്ടെ. കൂളിവാക പെണ്ണിനോട് തോന്നിയ മോഹങ്ങളൊക്കെ നിന്നിലും തീർക്കട്ടെ. എന്റെ മായത്താലും അച്ഛൻ പരമേശ്വരന്റെ ബീജത്താലും ആയസുള്ള ഒന്നല്ലേ മകൻ തുറക്കട്ടെ എന്ന് മഹാവിഷ്ണു ഭഗവാൻ ഒരു വാഴിച്ചു വരം കൊടുക്കുന്ന നേരമാ പെണ്ണിന്റെ അരികിൽ നിന്നും വഴി പോന്ന പാർവതി മാതാവ് മഹാവിഷ്ണു ഭഗവാന്റെ വരത്താള് കേട്ട് അടിപൊളി യാത്രകളൊക്കെ കൈവഴങ്ങി വേഗം തന്നെ വഴിയാല് വഴി പോരുന്നല്ലോ. കൈലാസത്തോടെ വരുന്നു കൂളിവാക പെണ്ണിനെ വിളിച്ചു പറഞ്ഞു, ഡീ പെണ്ണെ കൂളിവാക, ഞാൻ പോയി വരും വരെ നീ ഇവിടെ തന്നെ ഇരിക്കും. നിന്റെ മായ രൂപം തിരിച്ച് കൂളിക്കൊന്നുവെന്ന നാട്ടകത്ത് ഞാൻ വഴി പോകാമെന്നും പറഞ്ഞ് പാർവതി മാതാവ് കൂളിവാകയുടെ മായ രൂപം അവതരിച്ച് അവിടെ നിന്നും വഴി പോരുന്നല്ലോ. അങ്ങനെ കൂളിവാകയുടെ മായ രൂപം ധരിച്ച് പാർവതി ഭൂമി ലോകത്തോടെ വഴി പോരുന്നു. ചണ്ണക്കുഴിതാവാലും മടവുറക്കറ പാതാളത്തിൽ ചെന്ന് വേഗം തന്നെ അച്ഛൻ പരമേശ്വരന്റെ വരവും കാത്ത് വേഗം നടയിരിക്കുന്ന നേരത്ത് കൈലാസനാഥൻ പരമേശ്വരന് പള്ളിവേട്ടനായാട്ടിന് വഴി ചെല്ലുന്നല്ലോ. അങ്ങനെ കിഴക്കുതിച്ച് പുതിയ മലയാർ മലപർവ്വതത്തോട് നിമരെ ചെല്ലുന്നു. കല്ലിട്ടടയ്ക്കേണ്ട കടവാരങ്ങളും മുള്ളിട്ടടയ്ക്കേണ്ട കടവാരങ്ങളും കല്ലിട്ടടച്ചു മുള്ളിട്ടടച്ചു ഏറ്റത്തിന് വലയും ഇറക്കത്തിന് കാവലും ഇരുന്ന് ആട്ടയെ ചൂട്ട് നടത്തുന്നു. അങ്ങനെ കാലും കാലനുമുക്കാൽ നാഴിക നേരമായിട്ടും മാനും മയിലും തത്തയും പന്നിയും മുള്ളനിടുമ്പോ മുരത്തല പൂത്താൻ കീരികളും കാടകം മൂടകം നെല്ലി ചെറുപ്രാവുകളെ ഒന്നും തന്നെ അച്ഛന് കാണാതെ കണ്ട അച്ഛൻ പരമേശ്വരൻ അങ്കപ്പെട്ട് അരിശപ്പെട്ട് പള്ളിവേട്ട നായാട്ടൊക്കെ നിർത്തുന്നു. കൂളിവാക പെണ്ണ് പറഞ്ഞ കാര്യത്തെ മനസ്സിലും ഓർമ്മ വന്ന പരമേശ്വര നല്ലച്ഛൻ അങ്ങനെ വേഗം ചണ്ണക്കുഴി ചാമാലിമ്മട ഉറക്കറ പാതാളത്തോടെ വഴി പോരുന്നേ. അങ്ങനെ അച്ഛൻ പരമേശ്വരൻ ചണ്ണക്കുഴി ചാമാലിമ്മട ഉറക്കറ പാതാളത്തോടെ ചെന്ന് നോക്കുമ്പോ കൂളിവാക പെണ്ണിന്റെ മായ രൂപം വേഗം തന്നെ അറിയിരിക്കുന്ന പാർവതിയെ കാണുമ്പോ അച്ഛൻ പരമേശ്വരന് പെട്ടെന്ന് നോക്കുമ്പോ ഇത് കൂളിവാക പെണ്ണ് തന്നെയല്ലേ എന്നങ്ങനെ തോന്നുന്നു. അങ്ങനെ അച്ഛൻ പരമേശ്വരൻ മഞ്ഞിലിട തോറ്റി മാരിട തോറ്റി പ്രകൃതിക്ക് മാറ്റം വരുത്തി കൂളിവാക പെണ്ണെന്ന് കരുതി പാർവതി മാതാവിനെ കെട്ടിപ്പുണരുന്നു. സംഘദാഹ കാമമോഹങ്ങളൊക്കെ മതിയാവോളം വീണ്ടുവോളം തീർത്തു പരമേശ്വരന്. കാമമോഹങ്ങളൊക്കെ തീർത്ത് പരമേശ്വരൻ നല്ല അച്ഛനായിരിക്കുന്നത് 10 കുറവും 136 ആരോ അരുളി മക്കൾക്കുള്ള വരങ്ങളും കൊടുത്ത് പരമേശ്വരൻ നല്ല അച്ഛൻ വഴി പോകുന്ന ഒരു നേരത്ത് കൂളിവാക പെണ്ണിന്റെ മായ രൂപം ധരിച്ച പാർവതി അച്ഛൻ പരമേശ്വരന്റെ ബീജത്ത് ദിവ്യശക്തി കൊണ്ട് ആകർഷിച്ചെടുക്കുന്നു. വേഗം മന്ത്രതൊണ്ടന്മാരുക ചണ്ണക്കിഴങ്ങായി തോറ്റുന്നു. അങ്ങനെ ചണ്ണക്കുഴി ചാവായമ്മടെ ഉറക്കറ പാതാളത്തിലും കൊണ്ടുപിടിച്ചു മൂടുന്നു. നെടിയാങ്കോരിടത്തൊരാധാരം വെച്ച് തിരുവാഴി മോതിരം മടയാളം വെച്ചു കാളിക്കുന്ന് കരിഞ്ചാത്തല കാവല് വെച്ച് അമ്മ പരമേശ്വരി കൈലാസത്തച്ഛൻ പരമേശ്വരൻ ചെല്ലും മുമ്പ് കൈലാസത്തെനിക്കൊന്നു പോകണമെന്നും പറഞ്ഞ് വേഗം തന്നെ വഴി പോരുന്നല്ലോ. അങ്ങനെ പാർവതി മാതാവായിരിക്കുന്നു കൈലാസത്തോട് ചെല്ലുന്നു. കൂളിവാക പെണ്ണിനെ വിളിച്ചു പറഞ്ഞു, ഡീ പെണ്ണെ കൂളിവാകെ, അച്ഛൻ പരമേശ്വരന് നിന്നോട് തോന്നിയ മോഹങ്ങളൊക്കെ ഞാനിപ്പോ നിന്റെ മായ രൂപം ധരിച്ച് തീർത്ത് കൊടുത്തിട്ട് വഴി പോരുന്നല്ലോ. ആയതിനെ കൊണ്ട് കൂളിവാകെ പെണ്ണെ നീ വേഗം തന്നെ വഴി പോകണം. ചണ്ണക്കുഴി ചാവാലിമ്മട ഉറക്കറ പാതാളത്തോടെ ചെന്ന്
നോക്കിയെന്ന് വന്നാലോ നിനക്ക് മന്ത്രതുണ്ടന്മാരത് വടക്കന് കിട്ടുവാനും കുറ്റമില്ല. ആയ വടക്കന് അവർ നിന്നെ കഴിഞ്ഞാലോ നിനക്ക് ഒരു പിള്ളക്ക് പരമായിരിക്കട്ടെ വെണ്ണ കൂളിവാകെ എന്നങ്ങനെ ചെയ്യുമ്പോ കൂളിവാക പെണ്ണവളായിരിക്കുന്നല്ലോ. അമ്മ പരമേശ്വരി മാതാവിന്റെ വാക്കിനെ കേട്ടു. ഒരു പിള്ളയൊന്നും കേട്ടു വേഗം തന്നെ അവിടെ നിന്നും മണിയുടെ യാത്രയിൽ വെല്ലുവഴി പോരുന്നു. കൂളിവാക പെണ്ണങ്ങനെ ഭൂമി ലോകത്തോടെ വഴിയാറ് വഴി ചെല്ലുന്ന കാലമാണ്. മടവുറക്കറ പാതാളത്തോട് കൂളിവാകപ്പെണ്ണ് ചെന്ന് നോക്കുമ്പോ അമ്മ പരമേശ്വരി മാതാവ് പറഞ്ഞുള്ള അടയാളങ്ങളൊക്കെ കണ്ട് കൂളിവാകപ്പെണ്ണ് കുത്തിത്തിരഞ്ഞു ചവർ നീക്കി മാന്തി നോക്കുന്ന നേരത്തെ മന്ത്രതുണ്ടന്മാര് വഴക്കനിയാറ് കിട്ടുന്നൊരു വഴക്കനി ആകാശത്തിന് ദാനം കൊടുത്തു. ഭൂമിക്ക് ദാനം ചെയ്തു കൂളിവാകപ്പെണ്ണ്. അന്നേരത്തായിരിക്കുന്നു അന്ന് തൊട്ട് 40 ദിവസം 41 ദിവസം കൂളിവാകപ്പെണ്ണ് എടിമ വചന ശുദ്ധത്താൻ അറിയിരിക്കുന്നല്ലോ. അങ്ങനെ 41-ാം ദിവസം വചനം മുടക്കി കൂളിവാകപ്പെണ്ണ് ചെണ്ണക്കുഴിച്ചാവാരും മടവുറക്കറ പാതാളത്തോടെ കടന്നു ചെല്ലുന്നു. കൂളിവാകപ്പെണ്ണ് അന്ന് തൊട്ടുണ്ടാകുന്ന മാസങ്ങൾ കൂളിവാകപ്പെണ്ണ് അന്നേരത്ത് അതിനെ കഴിഞ്ഞറിയിരിക്കുമ്പോ ഒന്നാകുന്ന മാസത്തിൽ കൂളിവാകപ്പെണ്ണിന് ഗർഭമുണ്ടോ ഇല്ലയോ ഉണ്ടയോ ഇല്ലയോ എന്ന് ഇടവഴക്ക പരിവഴക്ക ചില സംശയങ്ങളൊക്കെ തോന്നുമ്പോ രണ്ടാകുന്ന മാസങ്ങളൊക്കെ ചെല്ലുമ്പോ ഏറെ പടിമുട്ടുന്ന 3ആകുന്ന മാസങ്ങളൊക്കെ വന്നീരെടുക്കുമ്പോ കൂളിവാകപ്പെണ്ണിന്റെ മുതുപരക്കുന്നുമില്ല. കണ്ണു കറുത്തു കട കണ്ണിലേക്ക് വഴിയോടുന്നു. 4ആകുന്ന മാസങ്ങളൊക്കെ ചെല്ലുമ്പോ വെട്ടിവെച്ച ആക്കില പോലെ ഗർഭം മടി വരക്കുന്നു. 5ആകുന്ന മാസങ്ങളൊക്കെ ചെല്ലുമ്പോ അണികുടെ ഗർഭശാക്കള് പെരും കൊതികളൊക്കെ തോന്നുമ്പോ കൂളിവാകപ്പെണ്ണ് വാണ്ടിട്ടും പഴുതനഞ്ഞ പൂണ്ടിടുന്ന കുമ്പളങ്ങ വട്ടമത്തഞ്ചാണ് വെട്ടത്ത് പപ്പടമ ശർക്കര ചോറ് തേഞ്ചോറ് എല്ലിൽ മൂത്ത ചിറച്ച് മുള്ളിൽ മൂത്ത മത്സ്യം ചൂട്ടുമൂത്ത കോഴി ഞരമ്പ് മൂത്ത വാഴയ്ക്ക ചണ്ണക്കിഴങ്ങ് ചാവാലിക്കിഴങ്ങ് അതിനും വെക്കിഴങ്ങ് മുക്കിഴങ്ങ് കണ്ടിച്ചേമ്പ് ആവത്തൊക്കെ കൊണ്ടുവന്ന് കൂളിവാകപ്പെണ്ണ് വച്ച് തിന്നുന്നു കട്ട് തിന്നു കാണാണ്ടും പുഴുങ്ങി തിന്നു. പിറ്റേന്നാളേക്ക് കൂട്ടാനൊക്കെ വെച്ച് കൂട്ടി കൂളിവാകയുടെ അണികുള്ള ഗർഭശാക്കള് പെരുങ്കൊതികളൊക്കെ ഒരു കണക്കിന് തീർത്ത് 6ആകുന്ന മാസങ്ങളൊക്കെ കൂളിവാകപ്പെണ്ണിന് ചെല്ലുമ്പോ 6 പൈതലായിട്ടിരിയുന്ന. 7ആകുന്ന മാസത്തിലോ എഴുന്ന പിള്ളപാടെ കിടക്കുന്ന. 8ആകുന്ന മാസത്തിൽ കൂളിവാകപ്പെണ്ണിന്റെ കുത്തുപോലെ ഒപ്പക്കായ പോലെ തുടുത്ത് ചെറുക്കിന് പാലും ചുരക്കുന്നു. 8, 9, 10 മാസം ഇരിക്കുമ്പോ കൂളിവാകപ്പെണ്ണിന് കേറിയ കുന്നിറങ്ങിക്കൂടെ ഇറങ്ങിയ ചോലകൂടെ 2 കുടത്തിൽ വെള്ളമ ഒപ്പം എടുത്ത് നടന്നുകൂടെ. കൂളിവാകപ്പെണ്ണ് ഇറുകനെ പിഴിഞ്ഞാട പോലെ മണി കുടിഞ്ഞ് വൈക്കോലിട പോലെ തടം പൊരുത്തിയ മരിപ്പിട പോലെ കഞ്ഞിപ്പിട കേത്തുകൊണ്ട് പോലെ വെള്ളത്തിൽ വീണ പപ്പടം പോലെ കൂളിവാകപ്പെണ്ണ് ഇരുന്നാലും കൂളിവാക അതുപോലെ ഇപ്പായി. കിടന്നാലോ കൂളിവാകപ്പെണ്ണ് കിടന്നിടത്ത് തന്നെ കിടപ്പാകുമ്പോ കൂളിവാകപ്പെണ്ണിന് കെട്ട് വെക്കുന്നതിന് ഓരോരോ പേറ്റ് നോവൊക്കെ വന്ന് കൂളിവാകപ്പെണ്ണ് കുട്ടുകുട്ടുന്നതിനെ വിയർത്തു. എരിപൊരി സഞ്ചാരം തോന്നി വെള്ളത്തിന് ദാഹം വരുത്ത് കൂളിവാകപ്പെണ്ണ് പറഞ്ഞ അയ്യോ എന്റെ പരമേശ്വര നല്ലച്ചാ ഞാനായിരിക്കും ഈ വണ്ണം എനിക്ക് വെറ്റുനൂവൊക്കെ വന്നു ചേർന്നിട്ടുണ്ടായതിനെ കൊണ്ട് വെറ്റ് കിടക്കുവാൻ ഇത്തില്ലെന്ന് ഓർമാടകമില്ല. പയർ പിടിക്കുവാൻ വയറ്റാട്ടി മാതാവില്ല. ഞാനീ ചണ്ണക്കുളിച്ചമാരിമ്മടവുറക്കറ പാതാളത്തില് വണ്ണം പെറ്റ് പ്രസവം കിടിക്കേണ്ടു എന്നും പറഞ്ഞ് കൂളിവാകപ്പെണ്ണവളായിരിക്കുന്നു. ദുഃഖിച്ചും ക്ലേശിച്ചും കരഞ്ഞു കണ്ണു നിരാകമലം പൊഴിഞ്ഞ് നിലവ് കാണുന്ന നേരം കൂളിവാകപ്പെണ്ണ് പറഞ്ഞിനാ വാതകം മടങ്ങും മുമ്പ് അടച്ച കണ്ണ് തുറക്കും മുമ്പ് അച്ഛൻ പരമേശ്വരന്റെ ശക്തി കൊണ്ടായിരിക്കുന്നു വെറ്റികിടക്കാനുള്ള ഈറ്റില്ലമ്പോർമാടകം. ആ നേരത്ത് തോന്നുന്നു ഒരു നേരത്ത് നാഗവെള്ളി ശ്രീകരിമ്പന വയറ്റാട്ടി മാതാവായി തോന്നി മുട്ടിനോളം കൂളിവാകപ്പെണ്ണൊരു കുഴി കുഴിക്കുന്നു. കുഴിയിലേക്ക് കീഴടങ്ങുന്ന പിടിയാറ് വള്ളിയും പിടിച്ച് മുട്ടും കുത്തി മുളകാര് കൂളിവാകപ്പെണ്ണ് ചെമ്പനൊക്കെ കിടക്കുന്നു. ഒരു നേരത്ത്
ആ നേരത്ത് ഞാറക്കുറ്റിയോട് കാലും പിഴച്ച് കെട്ടിക്കൂടി വാകപ്പെണ്ണ് ചമ്മലർക്കെ കിടക്കുമ്പോ കൂടി വാകപ്പെണ്ണിനെ കെട്ടുന്നതിന് ഓരോരോ പേറ്റ് നോവൊക്കെ വന്ന് കൂടി വാകപ്പെണ്ണ് കുട്ടുകുട്ടുന്നതിന് ഉയർത്തു ഓരോ ദിവസം ഒന്ന് നോവേ വിളി പകരുമ്പോ ഓരാസം വെള്ളം വന്നതാണ് തുറക്കുന്നു രണ്ടരിശം നൊന്ന് നോവേ വിളി പകരുമ്പോ ശിവനും ശക്തിയും വരം കൊടുത്ത് മൂന്നരിശം നൊന്ന് നോവേ വിളി പകരുമ്പോ 300 കുടപടഞ്ഞ് ചെയ്യണ്ടായ്മ തോന്നി നാലരിശം നൊന്ന് നോവേ വിളി പകരുമ്പോ നാങ്കുനാരായണ സ്വാമിയിട്ടില്ല മകത്തോടി വരം കൊടുത്തു അഞ്ചരിശം നൊന്ന് നോവേ വിളി പകരുമ്പോ നെഞ്ചിൽ 3 മറി മറിഞ്ഞു കുഞ്ഞു വരണം മറിഞ്ഞു പിടിച്ചിരുന്ന പിടി വള്ളി വിട്ടു കണ്ടലോട് നിശ്ചിതതാ ശിവന് കയ്യും തൊഴുത് 6 വിശന്ന് പേറ്റ് നോവാല വിളി വരുമ്പോ കൂടി വാകപ്പെണ്ണവളായിരിക്കുന്നത് എണ്ണക്കുഴിതാലിമ്മട ഉറക്കറ പാതാളത്തില് ഒന്നിക്ക് പിന്നാലെ പിന്നയ്ക്കും പിന്നാലെ കൂടെ കൂടി വാകപ്പെണ്ണ് 10 കുറവും 135 മക്കളെ തുരുതുരേ വെറ്റ് കാണുന്ന നേരമാ കൂടി വാകപ്പെണ്ണവളായിരിക്കുന്നിടതുവാകെ തിരിഞ്ഞു വലമാകെ നോക്കുന്ന നേരത്ത് നെല്ലിക്ക വെട്ടിട്ട വീണ പോലെ പഴച്ചക്കാതിന്ന് ഗുരുതോർത്തിയാലെ പോലെ പൂനംകുറ്റി വലുതാക്കിയത് പോലെ അടയ്ക്കാ കുടത്തില് കൂത്തം തിളയ്ക്കും വണ്ണം മഞ്ചാട്ടി കുരുകൊണ്ട് ചെറിഞ്ഞാലെ പോലെ വേരാലിന്റെ ഏതൊടിഞ്ഞാലെ പോലെ കൂടി വാകപ്പെണ്ണവളായിരിക്കുന്ന മക്കളുടെ ഉടച്ചലും മറിച്ചലൊക്കെ കണ്ടു പേടിച്ചു ഭയപ്പെട്ടു കൂളിവാകപ്പെണ്ണൊട്ടകല് ദൂരെ മാറി നിൽക്കുന്ന നേരത്ത് രണ്ടാമതും കൂളിവാകപ്പെണ്ണിന്റെ അണിവറ്റിൽ പണ്ട് പോലെ മൂളൊന്നു തുമ്പി പോലെ ചിരച്ചു നാഗം പോലെ ചീറന്ന് ചേങ്ങൊല പൊട്ടി നരമ്പാടി ആട്ടം മുട്ടനെ പോലെ അങ്ങേ പള്ളയിലും ഇങ്ങേ പള്ളയിലും കേറിയും ഇറങ്ങിയും ചില അനക്കങ്ങളൊക്കെ തോന്നി മുതളങ്ങ മറിയന പോലെ കൂളിവാകപ്പെണ്ണിന് തോന്നുമ്പോ കൂളിവാകപ്പെണ്ണവളായിരിക്കുന്നല്ലോ അന്നേരത്ത് അയ്യോ എന്തൊരു കഷ്ടം കാലം ജീവിതത്തിൽ പുതുമയെന്നറിഞ്ഞില്ല ഒരു പിള്ളക്കല്ലേ എനിക്ക് വരം തന്നുള്ളൂ എന്നിട്ട് ഈ കണ്ട മക്കളെ പറ്റിയിട്ടും എന്റെ അണിവയറുടഞ്ഞു വന്മാനില്ല എന്റെ അണിവയറ്റിൽ പണ്ട് പോലെ മൂടുന്നു തുമ്പി പോലെ നിലയ്ക്കുന്നുണ്ട് നാഗം പോലെ തീറുന്നുണ്ട് ഇനി എന്റെ വലിയ വല്ല കല്ലെങ്ങനെയാണോ വല്ല മുട്ടിയാണോ ചീങ്കണ്ണിയാണോ വെമ്പാറ മൂർക്കന്റെ വല്ല കുഞ്ഞോ ഉടുമ്പിന്റെ കുഞ്ഞോ എന്നറിയില്ല എന്നും പറഞ്ഞു കൂളിവാകപ്പെണ്ണങ്ങനെ നിലവ് കാണുമ്പോ പറഞ്ഞിരാവാതകം മടങ്ങും മുമ്പ് അടച്ച കണ്ണു തുറക്കും മുമ്പ് കൂളിവാകപ്പെണ്ണിനായിരിക്കുന്നു 10 16 പേറ്റ് നോവ് ഒന്നിച്ചങ്ങനെ വന്നു ചേരുമ്പോ കൂളിവാകപ്പെണ്ണവളായിരിക്കുന്നു ആ നേരത്ത് ആയതൊന്നല്ലേ ഉണ്ണി പൊന്മകനെ മൂടൻ ശീലകുപ്പായത്തോടെ വെച്ച് പ്രസവം കഴിഞ്ഞു കാണുന്നപ്പോ കേൾപ്പതുണ്ട് വരദേവതേ കേൾവിയെന്ന് കേട്ടാലും ദൃശ്യവേക്ക് വാരം തുറന്നൊന്ന് കേൾക്കണമ തിരുമലം കണ്ടുകൊണ്ടേണോ കണ്ടേറുണ്ട് അണിവിലാസ പുഞ്ചിരി കൈക്കൊള്ളണം പടയ്ക്കും കുടയ്ക്കും മടകേറിയ പടയുടെ 18 മലവാഴുമുണ്ടയന കാരുചാത്ത ചെങ്ങാതി വാഴികേ അങ്ങനെ കൂടിവാകയായിരിക്കുന്നു 336 ഓമനാമകന് മൂടശീലകുപ്പായത്തോടെ പെറ്റ് പ്രസവം ചെയ്യുമ്പോ അവളായിരിക്കുന്നു മകനുടെ മൂടശീല കുപ്പായം ഒന്ന് മറിഞ്ഞു നോക്കുന്നു ഒരു നേരത്തെ മകനുടെ അണിമുഖത്തോടെ നോക്കുന്നു ഒരു നേരത്തെ കത്തി നിൽക്കുന്ന ദീപം പോലെ കതിരവനുടെ ഉദയം പോലെ കറുത്തോരു മേനിയിലെ വെളുത്തോരു മേനിയിലെ കറുത്തോരു രോമ അങ്കത്രിച്ചട കാളിപ്പല്ലിടം പിരിവലം പിരിയോ കാർവട്ടം മകനുടെ
മരിച്ച ദുഃഖം മുറവിളി കേൾക്കുമ്പോ കടൽ കലങ്ങണ പോലെ മല വിറയ്ക്കുന്ന പോലെ മലയിലെ വണ്ട് തുമ്പി വാനരങ്ങൾ മേൽമല മുകളിൽ പോയി പാടേ മറയുന്നു. മകനുടെ നെറ്റിത്തടത്തിലൂടെ മറിഞ്ഞു നോക്കുമ്പോ 74 ലോകം കാണുന്നു. അകക്കട കണ്ണഴക് കാണുന്നു, കുക്കുട കുഴിത്താളം കാണുന്നു, നെഞ്ചത്ത് രോമക്കൊത്ത് കാണുന്നു, ഇടങ്കയിലും വലങ്കയിലും അരച്ചാൻ വടി മുച്ചാൻ വടി കാഞ്ഞിര ഉറവടിയെ കിളിക്ക് കിളിക്ക് ആര്യൻ ചെമ്പം കണ്ടന് മുറിവാലും പോത്തിന്റെ പുറംഭാഗ് കയറിയിരിക്കുന്ന വണ്ണമ ഓരോരോ തരത്തിലുള്ള മായകളെ മറിമായങ്ങൾ തോന്നിയിടുന്ന കാലം. എന്റെ ബ്രഹ്മാവ് ഞാനായിരിക്കുന്നു ഇത്രയ്ക്കും വെറുത്തു മക്കളെ പെറ്റ് പ്രസവം ചെയ്തിട്ട് ഇതുമാറി ഒരു മകന് ഞാനൊട്ടും പെറ്റ് പ്രസവം ചെയ്തിട്ടില്ല. ഈ മകനുടെ അണിമുഖത്തോട് നോക്കുമ്പോ ഓരോരോ തരത്തിലുള്ള മായകളും മറിമായകളെ തോന്നിയിടുന്നുണ്ട്. അച്ഛൻ പരമേശ്വരനെ പോലെ തോന്നുന്നു, വൈകുണ്ഠനാഥന നാരായണനെ പോലെ തോന്നുന്നു. എന്നവണ്ണെന്ത് കൂലിവാകിയായിരിക്കുന്നു. മക്കളെ കുളികുറി ദേവാരം കഴിപ്പിച്ചു അങ്ങുണ്ട നിലപാതാളത്തിൽ കൊണ്ട് വച്ചടച്ചു കൂട്ടി കുളിവാക. ഒന്നിനെ ഒരു കുളമറങ്ങി കുളിച്ചു, രണ്ടിനെ 2 നീരാടി വിളിച്ചു, 3 നീരാടി വിളിച്ചു, 4 കുളമറങ്ങി വിളിച്ചു, 10 കുളമ നീരാടി വിളിച്ചു കൂലിവാക. 15 ഇല്ലപ്പുലവാലായ്മ തീർന്നു. 20 കഴിഞ്ഞ് 28 നാള് വന്നീരെടുക്കുന്ന കാലം. അങ്ങനെ നേരത്തായിരിക്കുന്നു കുളിവാക തിരുമനസ്സിലും ഇങ്ങനെന്തുവ. അയ്യോ എന്റെ ബ്രഹ്മാവേ, എന്റെ മക്കൾക്ക് 28 നാള് വന്നീരെടുത്തില്ലേ. എന്റെ മക്കൾക്ക് മൂലര ജ്ഞാനം കിട്ടി 4 പേരൊന്ന് വിളിക്കണമെന്ന് വന്നാല് അച്ഛന് ശ്രീ പരമേശ്വരന്റെ ശ്രീകൈലാസത്തോടെ കൊണ്ടുപോകണ്ടേ. ഇത്രയും വരുത്തു മക്കളെ ഏവണ്ണമാണ് ഞാനും ശ്രീകൈലാസത്തോടെ കൊണ്ടുപോകണ്ടേ. ഒരു മകനാണെന്ന് വന്നാല് ഒരൊക്കത്തും വെച്ച് കൊണ്ടുപോകാമായിരുന്നു. 2 മക്കളാണെന്ന് വന്നാൽ 2 ഒക്കത്തും വെച്ച് കൊണ്ടുപോകാമായിരുന്നു. 3 മക്കളാണെന്ന് വന്ന 2 എണ്ണത്തിന് ഒക്കത്തും വെച്ച് ഒരെണ്ണത്തിന് കയ്യിലും പിടിച്ചു കൊണ്ടുപോകാമായിരുന്നു. 4-5 മക്കളാണെന്ന് വന്ന വല്ല ബസ്സില് ഇത് 336 ഓമന മക്കളല്ലേ. ഏവണ്ണമാണ് ഞാൻ ശ്രീകൈലാസത്തോടെ കൊണ്ടുപോകണ്ടേ. എന്ന വണ്ണെന്ത് അവളായിരിക്കുന്നു. നാടകം നാരാളി കത്തിയാലെ എടുക്കുന്നു. അടയാർ തന്റെ വനവാസത്തോടെ കടന്നു ചെന്നു. ഒരു കെട്ടി ഓടയാറ് കെട്ടിയെടുത്തു. ഒന്നല്ലോ ഒരാങ്കുട്ട മാനാങ്കുട്ടനെ ഇതൊരുക്കി. അവളായിരിക്കുന്നു ഒരാങ്കുട്ട മാനാങ്കുട്ടനെ ഇതൊരുക്കി. അങ്ങുണ്ട് നിലപാതാളത്തിലൂടെ വഴിയാതെ വഴി പോകുന്ന നേരത്തെ ഓരോരോ മക്കളെ ഓരാങ്കോട്ടയിലോട്ട് അടിക്കടിക്ക് ചാരി ചാരി കമത്തി പാടത്ത് കറ്റിറക്കണ മാതിരി പിള്ളേരെ ആയിരിക്കുന്നു ഓരാങ്കോട്ടയിലോട്ട് നിറവേറ്റിയിട്ട് ഒരു കണക്കിന് തലയിലേക്കും എടുത്തു വെച്ചു. അച്ഛന് ശ്രീ പരമേശ്വരന്റെ ശ്രീകൈലാസം നോക്കി വഴിയാല വഴി പോകുന്ന കാലം.